എനിക്കൊരു ചായ ഇട്ടുകടാ. അവൾ ഇട്ട് തരുന്ന ചായ ഇപ്പൊ കൊള്ളത്തില്ല. അവള് നല്ല ചായ ആണല്ലോ ഇടുന്നത്, പിന്നെന്തോ പറ്റി? നീ ഉള്ളപ്പം നല്ല ചായ ഇട്ട് തരും. ഇടയ്ക്കൊക്കെ ഒരു ചായ ഇട്ട് തരാൻ ഞാൻ വായി വെച്ച് കുടിക്കാൻ കൊള്ളത്തില്ല. ആണോ? ചിലപ്പോ അവളിടുമ്പം ഇങ്ങനെ പറ്റുന്നതായിരിക്കും. അമ്മയ്ക്ക് ഞാൻ നല്ല കാപ്പി ഇട്ട് തരാം, നല്ല പാൽ കാപ്പി. കാപ്പി എങ്കിൽ കാപ്പി, ഇടയ്ക്ക് ഇച്ചിരി ചൂട് വെള്ളം കുടിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വേണ്ട, ഈ കാപ്പി അങ്ങോട്ട് കുടിച്ചു നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. ഈ കാപ്പി കൊള്ളാം. ഇനി ചായ ആയാലും കാപ്പി ആയാലും നീ ഇട്ട് തന്നാ മതി, എനിക്ക് അവൾ ഇട്ട് തരണ്ട. കാപ്പിയോ ചായയോ വേണ്ടപ്പം പറഞ്ഞാ മതി, ഞാൻ ഇട്ട് തരാം. എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. എടി, നീ ചായ ഇടുമ്പോ നല്ലൊരു ചായ ഇട്ട് കൊടുക്കാത്ത എന്താ? നീ രാവിലെയും വൈകിട്ട് നല്ല ചായ ആണല്ലോ ഇടുന്നത്. ഇടയ്ക്ക് അവര് ചായ ചോദിക്കുമ്പോ ഒരു നല്ല ചായ ഇട്ട് കൊടുക്കാത്ത എന്താ? ഇടയ്ക്ക് ഒരു ചായ അല്ലേ ചോദിക്കുന്നുള്ളൂ. ഞാൻ ഇട്ട് തന്ന് നിങ്ങൾ കുടിക്കുന്ന ചായക്ക് ഒരു കുഴപ്പമില്ലല്ലേ, നല്ല രുചിയുണ്ടല്ലേ. അങ്ങനെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഇടയ്ക്കും എല്ലാം നല്ലോണം ചായ ഇട്ട് കൊടുത്തോണ്ടിരുന്നതാ. അങ്ങനെ വന്നപ്പോ ചായയുടെ എണ്ണം അങ്ങ് കൂടി. എടി, ഒരു മനുഷ്യൻ കൂടിപ്പോയ എത്ര ചായ കുടിക്കും? രാവിലെ ഒരെണ്ണം കുടിക്കും, വൈകിട്ട് ഒരെണ്ണം കുടിക്കും, ഇടയ്ക്ക് ഒരു ചായ കുടിക്കും. കൂടിപ്പോയ ഒരു 4 ചായ കുടിക്കും മൊത്തത്തിൽ. അതിൽ കൂടുതൽ ആരെങ്കിലും കുടിക്കുമോ? അതങ്ങോട്ട് നല്ല വൃത്തിയായിട്ട് നല്ല രുചിയായിട്ട് ഇട്ട് കൊടുക്കണം. 3 4 പോട്ട്, 3 4 5 ചായ ആണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇതേ 10 15 ചായ ഒരു ദിവസം കുടിക്കുന്നത്. ഞാൻ എന്തെങ്കിലും പണി കഴിഞ്ഞ് അങ്ങോട്ട് ഇരിക്കുമ്പോ അപ്പം അടുത്ത ചായക്ക് വിളിക്കും. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ചായക്ക് വിളിക്കും. ഇങ്ങനെ 10 15 ചായക്കാ ഒരു ദിവസം വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ രുചി അങ്ങ് കുറച്ച്. 10 15 ചായയോ ഒരു ദിവസോ? നിങ്ങളിപ്പൊ കാപ്പി ഇട്ട് കൊടുത്തോ? നല്ല രുചിയോടെയാണോ ഇട്ട് കൊടുത്തേ? എന്നാ ഇപ്പം വരും അടുത്ത വിളി. വരുന്നു, വേഗം. അതാ വരുന്നേ. എടി, ഒരു കാപ്പി ഇട്ട് കൊടുത്തിട്ട് 15 മിനിറ്റ് ആയതേ ഉള്ളൂ. വിളിക്കുന്നു.